ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിന് എക്സാം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റിനായിട്ടാണ് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്കാണ് രേവതി സച്ചിൻ ചെല്ലുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് കാണാനോ അദ്ദേഹം ഇവരോട് സംസാരിക്കാനോ പോലും നിൽക്കാതെ അവിടെ നിന്ന് പോവുകയാണല്ലേ. ആ ഒരു സമയത്ത് രേവതി ആണെങ്കിലും സച്ചി ആണെങ്കിലും ഇതെന്തൊരു മനുഷ്യനാണിത്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു കാര്യം സംസാരിക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ നിൽക്കണ്ടേ എന്ന രീതിക്ക് പ്രിൻസിപ്പളിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അറ്റൻഡർ പറയുകയാണ് നേരത്തെ അദ്ദേഹം ഇങ്ങനെയായിരുന്നില്ല, ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്ന് പറയുന്ന നേരത്ത് എന്ത് പറ്റിയതാണെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അറ്റൻഡർ പറയുകയാണ് അദ്ദേഹത്തിന് ഒരൊറ്റ മകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 4 മാസത്തിന് മുന്നേ ആയിരുന്നു ആ കുട്ടിയുടെ വിവാഹം നടന്നത്. കല്യാണത്തിന് ശേഷം ആ കുട്ടിയുടെ ഭർത്താവ് മദ്യപിച്ചു എന്ന് അവളെ തല്ലുകയും അവസാനം സഹി കിട്ടും 3-ാം മാസത്തിന് സ്വന്തം വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. അപ്പോൾ ഒരൊറ്റ മോളുടെ താൻ ആഗ്രഹിച്ച രീതിക്ക് ഒരു ലൈഫ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടവും വിദ്വേഷവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഇപ്പോൾ അദ്ദേഹം ഇതേ രീതിയിൽ പ്രകടിപ്പിക്കുന്നതെന്ന് അറ്റൻഡർ പറയുന്ന സമയത്ത് രേവതിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട് ഞങ്ങളുടെ വിഷമം കാരണമാണ് ഇവിടെ ഒന്ന് സംസാരിക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ സങ്കടം ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഞങ്ങൾക്ക് എന്താ പരിഹാരമെന്ന് പറയാൻ പറയുന്ന സച്ചി പറയുന്ന നേരത്ത് സച്ചിയായിട്ട് ഇങ്ങനെ പെരുമാറില്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം വന്നിട്ട് മേല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി രേവതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാനില്ല, ഇനി മറ്റെന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾ അന്വേഷിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അറ്റൻഡർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഇനി എന്ത് ചെയ്യും സച്ചിനെ എക്സാം എഴുതിപ്പിക്കാനായിട്ടെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സച്ചി പറയാണ് രേവതി എനിക്കൊരു ഐഡിയ തോന്നുന്നു, നിനക്ക് ശരത്തിന് എക്സാം എഴുതിച്ചാൽ പോരെ, ഇപ്പോൾ ഈ പറഞ്ഞൊരു കഥയിൽ നിന്ന് എനിക്ക് ചെറിയൊരു സ്ക്രിപ്റ്റ് തോന്നുന്നുണ്ട്, ഞാൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും വീട്ടിലേക്കായിട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ സുധീയുടെ ഷോറൂമിലേക്കായിട്ട് നേരത്തെ ലോട്ടറി അടിച്ച് കഴിഞ്ഞ സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തിയില്ല, അദ്ദേഹം കടന്നു വരിക കേട്ടോ. ഇയാളെ കാണുമ്പോൾ തന്നെ സുധിക്ക് ദേഷ്യം വരുന്നുണ്ടോ. സുധി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വീണ്ടും താനെന്തിനാണോ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് ലോട്ടറി അടിക്കുമെന്ന്, ആ ഒരു ലോട്ടറി എനിക്ക് തന്നെയാണ് അടിച്ചത്, ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സുധി അന്തം വിട്ട് നിൽക്കാം കേട്ടോ. സുധി വേഗം തന്നെ ഇയാളായിട്ട് പറയുകയാണ് സാറിന് എന്താ വേണ്ടത്, അന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇത്രോ നേരം താൻ എന്നെ താനൊക്കെയല്ലേ വിളിച്ചോണ്ട് ഇപ്പം എനിക്ക് പണം വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറായല്ലേ, എന്തായാലും തൻ്റെ കടയിൽ നിന്ന് എനിക്കൊരു സാധനവും വേണ്ട, അന്ന് ഇവിടെ നിന്ന് താൻ ഇറക്കി വിട്ടപ്പോൾ തന്നെ ഞാൻ മറ്റൊരു ഷോറൂമിൽ ചെന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് പെരുമാറിയത്, ഇനി അവിടെ നിന്ന് മാത്രമേ ഞാൻ സാധനം എടുക്കുകയുള്ളൂ എന്നൊക്കെ ഇയാൾ പറയുമ്പോഴത്തേക്ക് സുധി ചോദിക്കുന്നുണ്ട് പിന്നെ താനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന നേരത്ത് അല്ല തന്നെ കണ്ടിട്ട് കുറച്ച് സംസാരിക്കാൻ, ഞാൻ വേറൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, ആ ലോട്ടറി അടിക്കും അന്നേരം ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ തൻ്റെ മുന്നിൽ വന്ന് ഞാൻ സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുമ്പോഴത്തേക്ക് സുധിക്ക് സൈ കിട്ടുന്നേ അയാളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട്. എന്നാൽ അയാൾ വീണ്ടും സുധിനെക്കുറിച്ച് സുധിയുടെ ഷോറൂം അടച്ചുപൂട്ടും എന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും സുധി തൻ്റെ സ്റ്റാഫുകളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കി വിടണം. ആ ഒരു സമയം തന്നെയാണ് സുധിയുടെ പാർക്കിലെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇയാളെ കാണുമ്പോൾ തന്നെ സുധി പറയുന്നുണ്ട് എന്തൊരു കഷ്ടകാലമാണ് ബ്രോ, എവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ, മര്യാദയ്ക്ക് 10 ചില്ലറ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് സുധി പറയുന്ന നേരത്തെ നിനക്ക് ചില്ലറ ഉണ്ടാക്കാനല്ലേ, ചില്ലറ ഉണ്ടാക്കാനുള്ള നല്ല വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ അമ്പലത്തിൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തമാശകളാ ബ്രോ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നീ തമാശയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ സുധി തിരിച്ച് മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇയാൾ പറയാണ് സുധി ഞാൻ മറ്റൊരു കാര്യം പറയാം, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ ബോംബെയിൽ ഒരു വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ ഒരു പേര് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവർക്ക് അവരുടെ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റുമായിട്ട് ടൈപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേരളത്തിൽ, അതെന്തായാലും ഞാനൊന്നും അവനോട് നിൻ്റെ ഷോറൂമിനെ കുറിച്ച് സംസാരിച്ച് നോക്കാം, നിനക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഇയാൾ പറയുന്ന നേരത്ത് എന്ത് ബുദ്ധിമുട്ട്, എനിക്കത് വളരെയധികം സന്തോഷമില്ലല്ലോ, എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് വഴി സൂപ്പർ മാർക്കറ്റ് മെച്ചപ്പെട്ട് വരുമെന്ന് മാത്രമല്ല എനിക്ക് സാമ്പത്തികം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിന്ന് സംസാരിക്കാനായിട്ട് സുധി തൻ്റെ കൂട്ടുകാരനോടായിട്ട് പറയുന്ന സമയത്ത് നീ വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും അവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുധിയും തൻ്റെ സുഹൃത്തും നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന നേരെ സന്ധ്യ ആവുന്ന സമയത്ത് രേവതി ഉമ്മറത്തിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ രേവതിയും മാറ്റി നിർത്തിക്കൊണ്ട് വേറെ സ്ഥലത്തേക്കായിട്ട് പോകുന്ന നേരത്തെ രേവതി ചോദിക്കുന്നത് എന്ത് പറ്റി സച്ചിയുടെ എന്താ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഒരു കുപ്പി എടുത്ത് കാണിച്ചു കൊടുക്കുക. വേഗം തന്നെ രേവതിക്ക് ദേഷ്യടക്കാനാവുക, സച്ചിനെ വഴക്ക് പറയുക മാത്രമല്ല ഇത് നിർത്തിയ ശീലമല്ലായിരുന്നു, എന്തിനാ വീട് തുടങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രവിനെ വിളിക്കാണ്ട് പോകാമെന്ന് വേഗം തന്നെ സച്ചി രേവതിയുടെ കൈകളിൽ പിടിച്ചെടുത്തതിന് ശേഷം പറയുന്നുണ്ട് രേവതി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ഞാൻ മുഴുവനും പറയുന്നതിന് മുന്നേ എങ്ങോട്ടേ ഈ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒന്നും കേൾക്കേണ്ടതില്ല, അത് വീണ്ടും ഈ ശീലം തുടങ്ങാൻ പോവുകയാണല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്ക് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. കാണുന്ന നേരത്തെ രേവതി കാര്യം തിരക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നത് നീ കരുതുന്ന പോലെ ഇത് മദ്യക്കുപ്പിയൊന്നുമല്ല, ഇത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും കോളയാണ്, എനിക്ക് ഓർമ്മയുണ്ടല്ലോ രാവിലെ അറ്റൻഡർ പറഞ്ഞത് ഇങ്ങനൊരു
ഇൻസിഡൻറ്റിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുപ്പി വെച്ച് നമുക്കൊരു നാടകം കളിക്കേണ്ടതുണ്ട്. ഈ ഒരു നാടകത്തിലെ ഹീറോയിൻ നീയും ഹീറോ ഞാനും ആണെന്ന് സച്ചി പറയുന്നത് രേവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് സച്ചി പറയുന്നത് ഞാൻ നിനക്ക് വ്യക്തമായി തന്നെ പറഞ്ഞുതരാം. നാളെ നമ്മൾ ശരത്തിൻ്റെ കോളേജിലേക്ക് ഈ ഒരു കുപ്പിയായിട്ട് ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം ഞാൻ നിന്നെ തല്ലുന്ന പോലെ അഭിനയിക്കുന്നു, നീ ആണെങ്കിലും അതേ രീതിയിൽ തന്നെ തല്ല് കൊണ്ടിട്ട് കരയുന്ന പോലെ അഭിനയിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ നീ അങ്ങോട്ടേക്ക് ശരത്തിനെ വിളിച്ചു വരുത്തണം. അപ്പോൾ അവന് ഈ ഒരു നാടകത്തിൻ്റെ കാര്യം അറിയാം. കാരണം അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനാലിറ്റി ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. ആ ഒരു സമയം തന്നെ അവിടെ പ്രിൻസിപ്പളും ഉണ്ടാവും. അദ്ദേഹത്തിന് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ശരത്തുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒരു അവസരം ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവും. നീ കണ്ടോ, തീർച്ചയായിട്ടും അദ്ദേഹം ശരത്തിന് എക്സാം എഴുതിപ്പിച്ചിരിക്കും എൻ്റെ ഈ നാടകത്തിന് പിന്നാലെ എന്നൊക്കെയാണ് സച്ചി പറയുമ്പോഴത്തേക്കും രേവതി ആദ്യം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ രേവതി ഈ ഒരു സ്ക്രിപ്റ്റിനായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ പിറ്റേ നേരം പുലരുമ്പോൾ തന്നെ ഇരുവരും കൂടെ കൂടിയിട്ട് ശരത്തിൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നതിന് ശേഷം ഈ ഒരു നാടകം അരങ്ങേറ് കണ്ട സച്ചിയാണെങ്കിലോ കുടിയനെ പോലെ അഭിനയിക്കുന്നു, രേവതിനെ തല്ലുന്നു, കള്ളു കുടിക്കാനുള്ള പണം ചോദിക്കുന്നു. രേവതി ആണെങ്കിൽ അയ്യോ പാവോ എന്ന് കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്നത്. അവിടെ ആളുകളൊക്കെ കൂടുകയും ചെയ്യുന്ന ആളുകളാണ് സച്ചിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു വല്ലാത്ത മാനസികാവസ്ഥ ഉണ്ട്. കാരണം തൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഈ ഒരു സമയം തന്നെ ശരത്ത് അങ്ങോട്ടേക്ക് ശരത്ത് വന്ന ഉടനെ തന്നെ സച്ചി യഥാർത്ഥത്തിൽ മദ്യപിച്ചു വന്ന് രേവതി തല്ലുകയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ സച്ചിനെ മാറ്റി നിർത്തിയത്. നേരത്തെ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നം ഇപ്പം നിങ്ങൾ പുറത്തിറങ്ങി തുടങ്ങിയോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ വഴക്കൊക്കെ പറയുന്നുണ്ട് ശരത്ത്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാൻ തന്നെ സച്ചി വീണ്ടും മദ്യപാനിയെ പോലെ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പൾ ശരത്തിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നീ ശരത്തല്ലേ എന്ന് ചോദിക്കുന്ന നേരത്തെ അതേ എന്ന് ശരത്ത് മറുപടി പറയുന്നുണ്ട്. ശരത്ത് തന്നെ പറയുന്നത് എൻ്റെ ചേച്ചിയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നേരത്തെ ഇദ്ദേഹം വെള്ളം അടിച്ചിരുന്നു, പക്ഷേ ഇതെല്ലാം നിർത്തി നല്ലൊരു സ്വഭാവത്തിലേക്ക് വന്നായിരുന്നു. വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ മദ്യപാനം തുടങ്ങിയെന്ന് അറിയില്ല എന്നൊക്കെ ശരത്ത് പറയുന്ന നേരത്ത് പ്രിൻസിപ്പൾ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ്ട് കൂടുതൽ ശരത്ത് തൻ്റെ വീട്ടിലെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ഞാനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ നേരത്തെ മരിച്ചുപോയി, പാർട്ട് ടൈം ജോലി ചെയ്താണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ ജീവിച്ചു പോരുന്നത്. എല്ലാ കാര്യങ്ങളും ശരത്ത് പറയുമ്പോൾ ഇതൊന്നും മറുത്ത് പറയാതെ തന്നെ ഇദ്ദേഹം കേട്ട് നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി രേവതിയും എന്തു പറയാനാണ് അങ്ങോട്ടേക്ക് വന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ശരത്ത് വ്യക്തമായി തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കാണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചെറിയൊരു മനസ്സിന് അലിവ് തോന്നുകയാണ്. കൂടെ തന്നെ ഈ ഒരു രേവതിയുടെ ഒരു കാഴ്ചയിലും കാണുമ്പോഴത്തേക്കും ശരത്തിന് എക്സാം എഴുതിപ്പിക്കാമെന്ന് തന്നെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇദ്ദേഹം ഒരു വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ത്രീയെ തല്ലുകയും മാത്രമല്ല തൻ്റെ മകളുടെ അതേ സിറ്റുവേഷൻ തന്നെ രേവതിയെ കാണുമ്പോഴത്തേക്കും ഇദ്ദേഹം പോലീസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരത്തിനോടായിട്ട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, നീ കോളേജിലേക്ക് കൃത്യമായിട്ട് വരണം, നിനക്ക് എക്സാം എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള പേപ്പറുകളെല്ലാം ഞാൻ ശരിയാക്കാമെന്ന് പറയുമ്പോൾ സച്ചിക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ കൂട്ടത്തിന് തൊട്ട് പിന്നാലെയാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ സച്ചിയും രേവതിയും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നത്, നമ്മുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.